ചിക്കൻ്റെ രുചിയുള്ള ഒരു മുളക്കാമ്പ് കറിയാണ് തയ്യാറാക്കുന്നത്. വരും മുത്തുമണികളെ ഹലോ, അസ്സലാമു അലൈക്കും മുത്തുമണികളെ. ഇന്ന് ഞാൻ മുളക്കാമ്പ് കൊണ്ടൊരു കറിയാണ് തയ്യാറാക്കുന്നത്. അതിന് ഞാൻ എന്താക്കി, ഇന്നലെ 7 ദിവസം 6 ദിവസം 3 ദിവസമൊക്കെ ചില ആൾക്കാർ വെള്ളത്തിലിട്ട് വെക്കും. എനിക്കതിൻ്റെ മണം ഇഷ്ടമല്ല അങ്ങനെ ഇടുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. തിളപ്പിച്ചു 2 വട്ടം എന്താക്കി. ഞാൻ ഇന്നലെ തന്നെ മുറിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് വെക്കാൻ പറ്റിയില്ല. ഇന്ന് അതെന്താക്കി, മുളക്കാമ്പ് ഞാൻ എടുത്തിട്ട് 2 പ്രാവശ്യം തിളപ്പിച്ചു. അതിനുശേഷം ഞാൻ ഈ കറി വെക്കാൻ വേണ്ടി മറ്റേ കുരുകളുണ്ട്, പൊളിച്ചിട്ടുള്ള അവരക്കുരു പോലത്തെ, അത് ഇടണമെന്നില്ല, ഞാനത് വെറുതെ കുറച്ചുണ്ടായപ്പോൾ ബാക്കിയുണ്ടായി ഇട്ടതാണ്. മുളക്കാമ്പ് കറി വെക്കാതെ ഞാൻ വിചാരിച്ചത് വറുത്തരച്ചിട്ട്. ഓക്കെ, അതിന് വേണ്ടി ഞാൻ എന്താക്കി 2 പ്രാവശ്യം തിളപ്പിച്ച് ഇട്ടതിന് ശേഷം വീണ്ടും മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും ഇട്ടിട്ട് വീണ്ടും ഞാൻ വേവിച്ചെടുത്തു. ഇനി തക്കാളി, ഉള്ളി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായി വഴറ്റി അതിൽ അല്പം മുളക് പൊടി, അല്പം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി വളരെ കുറച്ചിട്ടു. ഓക്കെ, അതിലേക്ക് ഞാൻ തക്കാളി ഇതൊക്കെ വഴറ്റിയിലേക്ക് ഞാൻ വേവിച്ച് വെച്ച മുളക്കാമ്പ് കൊടുത്തു. ഓക്കെ, അതിലേക്ക് ഞാനൊരു മാഗിയുടെ ക്യൂബിൻ്റെ പകുതി വേറൊരു ആവശ്യത്തിന് വെച്ചിട്ടുണ്ടായി. മാഗി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ദിവസത്തിൽ ചെറുതെടുത്തു. ഒന്നാണ് ഇടേണ്ടത്. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനത് ഇട്ട് കൊടുത്തു. നിർബന്ധമുള്ള ഒന്നല്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇതിൻ്റെ മുമ്പ് ഞാനൊരു പ്രാവശ്യം ചെയ്ത് നോക്കിയപ്പോൾ നല്ല രുചിയായിരുന്നു. ഓക്കെ, നന്നായി ഒന്ന് യോജിച്ച് തിളച്ച് വരട്ടെ. നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ 2-3 പ്രാവശ്യം കുക്കറിലിട്ടു വേവിച്ചതാണ്. ഞാൻ ഈ ഒരു വലിയൊരു തക്കാളി എടുത്ത്, അപ്പോൾ ആ തക്കാളിൻ്റെ പകുതി ഞാൻ വാട്ടിയെടുത്തു. ബാക്കി അതിലേക്ക് ഞാൻ അരച്ചൊഴിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ മസാല തേങ്ങ വറുത്തതാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ കൂടി ചേർത്ത് നന്നായി അരച്ചെടുത്തു. ഓക്കെ, ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. അരച്ച് വെച്ച മസാല, തേങ്ങ അരച്ച മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ചിക്കൻ കറിയുടെ അതേ രുചി, ഒരു മാറ്റമില്ല മുത്തുമണികളെ. നല്ല രുചിയുണ്ട്. അതേ രുചിയുള്ള ഒരു അടിപൊളി മുളക്കാമ്പ് കറിയാണ് മുത്തുമണികളെ. എല്ലാവരും ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ട നിങ്ങളെ വിലയേറെ ലൈക്കും സബും ചെയ്യണം മുത്തുമണികളെ. അതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കട്ടാ. മുളക്കാമ്പ് കിട്ടുന്ന സമയത്ത് അച്ചാറിടും. അച്ചാറും സൂപ്പറാണ്. ഞാൻ അച്ചാറിട്ടുണ്ടായി. ഇനി ഒരു ദിവസം വീഡിയോസിൽ ചെയ്യാം. ആദ്യം കൂട്ടി നന്നായി അരിഞ്ഞിട്ട് സുറുക്കിയിൽ നമ്മൾ ഉപ്പും സുറുക്കിയും ഇട്ട് വെക്കണം. ഉപ്പിലും അല്പം സുറുക്കി വെച്ചിട്ട് ഇട്ട് വെക്കണം. കുറേ 5-6 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അത് അച്ചാറുള്ളത്. ഞാൻ അങ്ങനെ ചെയ്യാം. സൂപ്പറായിട്ടുണ്ട്. തിന്നവർക്കൊക്കെ വളരെ ഇഷ്ടമായി. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറിയുടെ അതേ രുചിയുള്ള മുളക്കാമ്പ് കറി തയ്യാറാക്കാം. മാഗി ക്യൂബ് ഇടണം നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഇട്ടോൾ കുറച്ചും കൂടി രുചി കയറും. ഇതിൻ്റെ മുമ്പ് ഒരു പ്രാവശ്യം വെച്ച് നോക്കാം. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ മുത്തുമണികളെ. ഞാൻ ആദ്യം കൂട്ടി 2 മണി കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചാണ്. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ട് അങ്ങനെ ചെയ്യാം. നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾ വെച്ചോളൂ. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വെച്ച കറിയാണ്. സൂപ്പറായിട്ടുണ്ട് മുത്തുമണികളെ. ഓക്കെ, അസ്സലാമു അലൈക്കും.